ഒരു കമ്പനിയുടെ നട്ടെല്ല് അതിന് നേതൃത്വം നൽകുന്ന മാനേജ്മെൻ്റ് ആകുന്നു. കമ്പനിയുടെ നേതൃത്വത്തെ വിലയിരുത്തുമ്പോൾ ചില ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീർഘകാലയളവിൽ കമ്പനിയുടെ പ്രകടനം എങ്ങനെയെന്ന് വിലയിരുത്തുക. കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും ക്യാഷ് ഫ്ലോയിലുമൊക്കെ ക്രമാനുഗത വളർച്ചയുണ്ടോ എന്ന് നോക്കുക. നല്ല മാനേജ്മെൻറ്റ് എപ്പോഴും കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി യത്നിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധികവും കടത്തെയാണോ മാനേജ്മെൻറ്റ് ആശ്രയിക്കുന്നത് എന്ന് പരിശോധിക്കുക. വളരെയധികം കടബാധ്യതയുള്ള കമ്പനികളെ ഒഴിവാക്കുന്നതാണ് ഉചിതം. അതേപോലെ കമ്പനിയുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള മൂലധന വിനിയോഗം എപ്രകാരമാണെന്നും ശ്രദ്ധിക്കുക. നിലവിലുള്ള ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നതും ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനെ മറ്റ് ബിസിനസ്സുകളെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളുമൊക്കെ വിലയിരുത്തണം. കൂടാതെ ഡിവിഡൻഡ്, ബൈബാക്ക് പോലുള്ള നടപടികളിലൂടെ കമ്പനിക്ക് കരഗതമായ അധിക ആദായം ഓഹരി ഉടമകൾക്ക് കൈമാറുന്ന പതിവുണ്ടോ എന്നും പരിശോധിക്കുക. പുതിയ ഉൽപ്പന്നം, നിർമ്മാണശേഷി വികസനം, പുതിയ ലൊക്കേഷനിലെ പ്ലാന്റുകൾ പോലെ കമ്പനി നേതൃത്വം നടക്കുന്ന പ്രഖ്യാപനങ്ങളിൽ നിന്നും ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നും നോക്കണം. പറച്ചിലിനൊത്ത പ്രകടനം ഇല്ലെങ്കിൽ ആ ഓഹരിയെ ഒഴിവാക്കുന്നതാവും ഉചിതം. സമാനമായി മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് അഥവാ ചെറുകിട ഓഹരി ഉടമകളോട് കമ്പനി മാനേജ്മെൻറ്റ് എങ്ങനെ പെരുമാറുന്നു എന്നും വിലയിരുത്തുക. കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യഥാസമയം പൊതുസമക്ഷം അറിയിക്കുന്നുണ്ടോ, ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നുണ്ടോ എന്നുമൊക്കെ നോക്കണം.